ഇന്തോനേഷ്യയുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച ഇതാണ്. നോക്കത്താ ദൂരത്തോളം അങ്ങനെ നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കാഴ്ച. നെൽകൃഷി ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷ്യ വിളയാണ്. അതുകൂടാതെ മറ്റു പലതരത്തിലുള്ള വിളകളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് മറ്റു മേഖലകളിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ പാടങ്ങളിലേക്ക് ജല സംവിധാനം കൊണ്ടുവരുന്ന തോടുകളൊക്കെയാണ് ഇതിലെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ അരി പോലെയുള്ള അരിയല്ല ഇവിടെ നമ്മുടെ പച്ചരി പോലെയുള്ള ഒരു അരിയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവരിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വില അരിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 1 കിലോ അരി നമ്മുടെ ഇന്ത്യൻ രൂപയുടെ 50 രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ഭക്ഷ്യ വിളകളും ഇന്തോനേഷ്യയിൽ മെയിനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യ ഒരു ദ്വീപ് രാജ്യമാണെങ്കിൽ പോലും എല്ലാ ദ്വീപുകളിലും നെൽകൃഷി ചെയ്യാനുള്ള സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അരികളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിലെ പ്രധാന ഇനമാണ് ബസുമതി അരി. ബസുമതി അരി പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുമാണ് ഇവിടെ ഉള്ളവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ബസുമതി അരി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ മന്തി ഒക്കെ ഉണ്ടാക്കുന്നത്. പല മന്തി റെസ്റ്റോറൻറ്റുകളും ഇന്തോനേഷ്യയുടെ പല ഭാഗത്തുണ്ട്. അവരൊക്കെ ഇത് ഉണ്ടാക്കുന്നത് ബസുമതി അരി ഉപയോഗിച്ചിട്ടാണ്. അത്തരത്തിലുള്ള അരികളും അതുപോലെ തന്നെ ഭക്ഷ്യവിഭവങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. എന്നാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെ പല വ്യത്യസ്ത അരികൾ ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ ഗ്രാമങ്ങളിലെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കാഴ്ച. ഈ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ഇട്ട റോഡുകളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നല്ല മഴ പെയ്താൽ ഇവിടെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ആ റോഡ് അവിടെ നിലനിൽക്കത്തുള്ളൂ. റോഡ് പരിസരത്ത് കാണാൻ പറ്റും നിങ്ങൾ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പയ്യന്മാരൊക്കെ. നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ഒരു കാഴ്ചയാണ് ഇന്തോനേഷ്യയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളവും ഇന്തോനേഷ്യയും ഒക്കെ കാഴ്ചയിൽ ഒന്നായിട്ട് നമുക്ക് തോന്നാം. കാരണം ഏതൊരു ഭാഗത്തും ഒരു കേരള ടച്ച് നമുക്കിവിടെ ഫീൽ ചെയ്യും. ആളോഹരി വരുമാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 136 ആണെങ്കിൽ ഇന്തോനേഷ്യയുടെ സ്ഥാനം 121 ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട ഒരു വരുമാന സംവിധാനമാണ് ഇന്തോനേഷ്യക്കുള്ളത്. അതിലെ പ്രധാന ഒരു വരുമാന മാർഗം തന്നെയാണ് കൃഷി, അതായത് നെൽകൃഷി എന്ന് പറയുന്നത്. ജാവ ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നമുക്കിവിടെ കാണാൻ പറ്റുന്നതും. കൃഷി കൂടാതെ മറ്റു പല ധാതു സമ്പത്തുകളും എണ്ണ, കൽക്കരി പല വ്യവസായങ്ങളും ഇന്തോനേഷ്യയിലുണ്ട്. അതിലൂടെയാണ് അവരുടെ സാമ്പത്തിക നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യം പോലെ തന്നെ അത്യാവശ്യം വലിയ രീതിയിൽ അഴിമതിയും ഒക്കെ നടക്കുന്ന രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. എന്നാൽ ഇപ്പോൾ ഇതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട്.